ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 16-ാം അധ്യായമായ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലെ 10 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 11, 12 ശ്ലോകങ്ങൾ നോക്കാം. 11-ാമത്തെ ശ്ലോകം. ചിന്താമപരിമേയാം ച പ്രളയാന്താമുപാശ്രിതാ കാമോപഭോഗപരമാ ഏതാവദിതി നിശ്ചിതാ. 12-ാമത്തെ ശ്ലോകം. ആശാപാശശതൈർബദ്ധ കാമക്രോധപരായണ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥസഞ്ചയാൻ. കാമോപഭോഗപരമാ, വിഷയസുഖമാണ് പരമലക്ഷ്യം എന്ന് കരുതി. ഏതാവത് ഇതി നിശ്ചിതാഹ, ഇതിൽ കവിഞ്ഞൊന്നും ഇല്ല എന്ന നിശ്ചയത്തോടെ. അപരിമേയാം, പരിമിതികളില്ലാത്ത, അതിരില്ലാത്തതും, പ്രളയാന്താം, അന്ത്യം വരെ നീളുന്നതുമായ, ചിന്താം ഉപാശ്രിതാഹ, ചിന്തയിൽ മുഴുകി, ആശാപാശശതൈർ ബദ്ധ, അനേകം ആശാപാശങ്ങളാൽ ബദ്ധരായി, കാമക്രോധപരായണാഹ, കാമക്രോധങ്ങളിൽ മുഴുകി, കാമഭോഗാർത്ഥം, ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി, അന്യായേന, ന്യായമല്ലാത്ത മാർഗങ്ങളിലൂടെ, അർത്ഥസഞ്ചയാൻ, ഈഹന്തേജ, ധനസമ്പാദനത്തിന് അഥവാ കാര്യസാധ്യങ്ങൾക്ക് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആസുരപ്രകൃതികളുടെ സ്വഭാവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ വിഷയസുഖമാണ് പരമമായ ലക്ഷ്യമെന്ന് കരുതി ഇതിൽ കവിഞ്ഞ് ഒന്നുമില്ല എന്ന ചിന്തയോടെ അതിരില്ലാത്തതും അന്ത്യം വരെ നീളുന്നതുമായ ചിന്തകളിൽ മുഴുകി, നൂറുകണക്കിന് അനേകം ആശാപാശങ്ങളാൽ ബദ്ധരായി, കാമക്രോധങ്ങളിൽ മുഴുകി, ആഗ്രഹപൂർത്തിക്ക് വേണ്ടി ന്യായമല്ലാത്ത മാർഗങ്ങളിലൂടെ പോലും കാര്യസാധ്യത്തിനും അഥവാ ധനസമ്പാദനത്തിനും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഇന്ദ്രിയ സുഖ അനുഭവമാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് കരുതി ജീവിത അവസാനം വരെയും അവസാനമില്ലാത്ത വ്യാകുല ചിന്തകളിൽ മുഴുകി അവർ കഴിയുന്നു. അനേകം ആഗ്രഹങ്ങളുടെ വലക്കെട്ടിലകപ്പെട്ട് കാമക്രോധങ്ങൾക്ക് അധീനരായി ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി അന്യായമായ മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും കാര്യസാധ്യവും എല്ലാം നടത്തുന്നു ആസുരപ്രകൃതികൾ. ഈ ആസുര സ്വഭാവികൾ ഭൗതിക സുഖഭോഗമാണ് എല്ലാം എന്ന് കരുതുന്നു. അതിനപ്പുറം മറ്റൊരു ജീവിത ലക്ഷ്യവും അവർക്കില്ല. മരണം വരെയും അവർ ഈ വിശ്വാസത്തിൽ തന്നെ കഴിയുന്നു, അതിൻ്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. കർമ്മഫല സിദ്ധാന്തങ്ങളിലോ പുനർജന്മത്തിലോ ഒന്നും അവർക്ക് വിശ്വാസമില്ല. ഭൗതിക സുഖഭോഗങ്ങൾ നേടാൻ എന്തു ഹീനമാർഗം സ്വീകരിക്കുന്നതിനും അവർക്ക് മടിയുണ്ടാവില്ല. ഇതാണ് ആസുര സ്വഭാവികളായിട്ടുള്ളവരുടെ പ്രകൃതി. ഇതാണ് ഭഗവാൻ ഈ 2 ശ്ലോകങ്ങളിലൂടെയും പറയുന്നത്. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.